ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും നമ്മൾക്ക് ഹെവൻലി ഹാർട്ട്സ് മീഡിയയിലൂടെ ഒരുമിച്ച് കാണുവാൻ കർത്താവ് ഇടയാക്കിയ കൃപയ്ക്കായി നമ്മൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽക്കാലം സാക്ഷ്യം എന്ന ഈ പ്രോഗ്രാമിന്റെ 4ാമത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്നത് പാസ്റ്റർ സൈമൺ എബ്രഹാം പാച്ചൂരാണ്. തന്നെ ഈ സാക്ഷ്യം എന്ന പ്രോഗ്രാമിലേക്ക് ഞാൻ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ഇന്ന് ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നത് ഞങ്ങൾക്കും നമ്മുടെ പേർഷകർക്കുമെല്ലാം അത് വളരെ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏകദേശം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അമേരിക്കയിൽ 50 സ്റ്റേറ്റുകൾ 50-ലും, UK എല്ലായിടത്തും, ഇന്ത്യയിൽ 29-ൽ 27 സ്റ്റേറ്റുകളിലും, ചൈന, ഇന്തോനേഷ്യ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലൊക്കെയും കടന്നു പോകുവാനും യോശുവയോട് കൽപ്പിച്ചിരിക്കുന്ന പോലെ നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്നതുമൊക്കെയും ഞാൻ നിനക്ക് അവകാശമായി തരും എന്നുള്ള വാഗ്ദത്തം പോലെ ഈ രാജ്യങ്ങളിലേക്ക് അയക്കുമ്പോൾ പ്രത്യേകമായ ഒരു ദൗത്യം തന്നെ ഏൽപ്പിച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ദൗത്യത്തെക്കുറിച്ച് ഞങ്ങളോടൊന്ന് വിശദീകരിക്കാം. 1990-കളിൽ കുവൈറ്റിൽ ജോലിയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്ന സന്ദർഭത്തിൽ ചില സുഹൃത്തുക്കളുമായി ചേർന്ന് സാൽമിയയിൽ ഒരു മുറി പ്രാർത്ഥിക്കുവാനുള്ള അവസരം ലഭിച്ചു. ഒരു നിയോഗത്തോടുള്ള പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയുടെ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ഒരു ആഴത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള പ്രത്യേക വെളിപ്പാടുകളും നിയോഗങ്ങളും ലഭ്യമായ ദിവസങ്ങൾ തന്നെയാണ്. 1-ാം ദിവസം പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ മേധാവിത്വ മനോഭാവം കൊണ്ട് ലോകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആയുധ മേധാവിത്വമുള്ളവർ അതില്ലാത്തവനെ അടിച്ചമർത്തും. ഈ രാജ്യത്ത് ഭാവിയിൽ നടക്കേണ്ട യുദ്ധത്തിന്റെ ഒരു ധ്വനിയും അപ്രകാരമുള്ള ചില ചിന്തകളും ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ട നിഗളം, ഗർവ ഈ മനോഭാവങ്ങളിൽ നിന്നുള്ള രക്ഷയും താഴ്മയും വിനയവും എന്ന ദൈവിക മനോഭാവത്തിലേക്കുള്ള മാറ്റത്തെക്കുറിച്ചും വ്യക്തമായ ചില ദൈവിക സന്ദേശം വ്യക്തിപരമായി ദൈവത്തിൽ നിന്ന് ലഭിച്ച ദിവസമായിരുന്നു. അടുത്ത ദിവസത്തെ പ്രാർത്ഥനയുടെ സന്ദർഭത്തിൽ ഒരു ആഗോള ആത്മീയ ഉണർവിന്റെ അനിവാര്യതയെ ബോധ്യപ്പെടുകയും അങ്ങനെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ ആളുകൾ ധാരാളം ഉണ്ടാകണമെങ്കിൽ ഇന്നത്തെ ഈ ജീവിത സാഹചര്യത്തിൽ ലോകത്തിൽ മുങ്ങി മയങ്ങി വിശ്വാസത്യാഗം സംഭവിച്ച് സ്നേഹം തണുത്ത് പോകുന്ന ഒരു ജീവിത നിലവാരം പോരാ. മറിച്ച് പരിശുദ്ധാത്മ സാന്നിധ്യത്തിനും അതിന്റെ നിറവിലും ഒരു ഉണർവിലേക്ക്, ഉത്സാഹത്തിലേക്ക്, ദൈവകൃപയിലേക്ക്, അഭിഷേകത്തിന്റെ ശക്തിയുടെ ചലനങ്ങളിലേക്ക് എല്ലാവരും എത്തിപ്പറ്റി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കർത്താവ് വരുന്നതെങ്കിൽ എടുക്കപ്പെടുവാൻ ധാരാളം ആളുകൾ കാണും. അതുകൊണ്ട് ഈ വസ്തുതകൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആഗോള ഉണർവ് നമുക്ക് അനിവാര്യമാണ്. സിയോൻ മാളികമുറിയിൽ ഒരു ഉണർവ് പെയ്തിറങ്ങി. എന്നാൽ വീണ്ടും ഒരു പിന്മഴയുടെ ആവശ്യം നമുക്ക് നന്നായുണ്ട്. കർത്താവ് ഈ അന്ത്യകാല ആത്മീയ ഉണർവിന് വേണ്ടി ഒരു പിന്മഴ അയക്കണം. പരിശുദ്ധാത്മാവിന്റെ ഇന്റർവെൻഷൻ ഉണ്ടാകണം. കൂട്ടങ്ങളിലേക്ക്, പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിലേക്ക് പരിശുദ്ധാത്മ സാന്നിധ്യം ഉണ്ടായി. എന്ത് അപ്പോസ്തലന്മാരുടെ കാലത്ത് കൂടിയിരുന്ന് 120 പേർ പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായതുപോലെ ദൈവമഹത്വത്തിന്റെ പ്രവർത്തനവും പ്രദർശനവും ശക്തമായ നിയോഗങ്ങളും നടത്തിപ്പുകളും ആത്മാവിൽ ഉള്ള അനുഗ്രഹങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ ഏറ്റവും അനിവാര്യമാണ്. അതിനായി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഈ രാജ്യത്ത് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയ ഒരു വസ്തുത, ഈ രാജ്യത്ത് ഒരു സംഭവം ഉണ്ടാകും. ലോകരാജ്യങ്ങളെല്ലാം ഈ രാജ്യത്തെ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ഉണർവിന് മുമ്പുള്ള പ്രാർത്ഥനയുടെ ഒരു നേരിയ തുടക്കമാകും. പ്രാർത്ഥനയുണ്ടെങ്കിലേ ഉണർവുണ്ടാകുകയുള്ളൂ. അങ്ങനെ ഒരു നേരിയ തുടക്കം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക്, ആത്മഭാരത്തിലേക്ക് ദൈവം നടത്തുവാനിടയെ ആ സന്ദർഭത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ബോധ്യപ്പെടുത്തിയ ഒരു കാര്യം, എല്ലാം സുഭിക്ഷമായിരിക്കുമ്പോൾ ആരും ദൈവത്തെ വിളിക്കാറില്ല. ചിലപ്പോൾ എന്തെങ്കിലും കലാമിറ്റീസോ യുദ്ധങ്ങളോ പ്രതിസന്ധികളോ രൂക്ഷമായ പ്രശ്നങ്ങളോ ഒക്കെ അഭിമുഖീകരിക്കുമ്പോൾ മുഖാന്തരങ്ങളായി ദൈവത്തെ അന്വേഷിക്കുവാനുള്ള പ്രേരണ അവിടെ വെച്ച് ലഭ്യമാകും. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ബോധ്യപ്പെടുത്തി ന്യായവിധിയോട് ചേർന്ന ഒരു ഉണർവ് ചില സംഭവങ്ങളിലൂടെ ദൈവം നമ്മുടെ അറ്റൻഷൻ ക്ഷണിക്കുകയും ശ്രദ്ധ ക്ഷണിക്കുകയും അങ്ങനെ ദൈവമുഖം അന്വേഷിക്കുവാനും പ്രാർത്ഥിപ്പാനും തുടങ്ങുകയും ചെയ്യുമ്പോൾ
പ്രാർത്ഥനയിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മളെ മാറ്റി പരിശുദ്ധാത്മാവിൽ വെളിപ്പാടുകളും ആലോചനകളും തന്ന് ഒരു ആത്മീയ പ്രവർത്തനത്തിനായി ലോകത്ത് നടക്കേണ്ട ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ദൈവിക സന്ദേശമായിരുന്നു അന്ന് ലഭിച്ചത്. ഈ രാജ്യത്ത് പ്രാർത്ഥിക്കുവാൻ ഇങ്ങനെയൊരു സാഹചര്യം ദൈവം നൽകിയപ്പോൾ ഒരു അന്ത്യകാല ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള പ്രേരണ ലഭ്യമായതോടൊപ്പം തന്നെ അടുത്ത ദിവസം ഒരു സന്ദേശം ദൈവം നൽകിയത് ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ അബ്രഹാമും ലോത്തും തമ്മിൽ വേർപിരിയുന്നു. അബ്രഹാമും ലോത്തും തമ്മിൽ വേർപിരിയുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, തലപൊക്കി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുന്ന ദേശം തരാം. തൊട്ടു താഴെ വീണ്ടും പറയുന്നു, ദേശത്ത് നീ നെടുകയും കുറുകയും സഞ്ചരിക്കുന്ന ദേശം ഞാൻ നിനക്ക് നൽകാം. ഇത് പ്രാർത്ഥനയിൽ ഒരു സന്ദേശമായി ദൈവഭാഗത്തുനിന്ന് തിരുവചനത്തിലൂടെ ലഭ്യമായി. ഈ സന്ദേശത്തെ അന്വർത്ഥമാക്കുവാൻ, അത് നിറവേറ്റുവാനുള്ള ഒരു പ്രയത്നവും പ്രേരണയും ഉത്സാഹവും ദൈവം എന്റെ ജീവിതത്തിൽ തരുവാനിടയായി. ഏകദേശം 90കളിൽ ഈ ദൈവിക സന്ദർശനത്തിലൂടെ പ്രാർത്ഥനാ മണ്ഡലത്തിൽ പ്രാർത്ഥനയ്ക്ക് 2 തലമുണ്ടെന്ന് മനസ്സിലായി. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ന്റെ 3-ാം വാക്യം പറയുന്നു, വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. വീണ്ടും അതിന്റെ സെക്കൻഡ് തലം, 2ാമത്തെ തലം, മഹത്വം അഗോചരമായ കാര്യങ്ങൾ ഞാൻ നിന്നോട് അറിയിക്കും. ഇപ്പോൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ചില ഭൗമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിരുന്നതാണ്. എങ്കിലും ആ പ്രാർത്ഥനാ വിഷയം അങ്ങ് മാറിയിട്ട് പരിശുദ്ധാത്മാവ് വിഷയങ്ങൾ തരികയും ആ തന്ന വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്കാണ് ആ ദിവസങ്ങളിലെ പ്രാർത്ഥന പോയത്. ഈ രാജ്യത്തിൽ ഉണ്ട ഭാവിയെ തന്നെ നിയന്ത്രിക്കുന്ന നിലയിൽ ചില ദൈവിക ഇടപെടലും ആലോചനകളും ദൈവം നൽകുവാനിടയായി. ഇവിടെ ധാരാളം പരദേശികൾ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. വളരെ ശോചനീയമായ രൂക്ഷമായ നിലയിൽ പീഡകളും അതുപോലെ അവിടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും വർദ്ധിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ അറിയുവാൻ ഇടയായി. ഈ വിഷയം പ്രാർത്ഥിക്കുവാനിരുന്നതല്ല, എങ്കിലും പ്രാർത്ഥന ആ വേളയിൽ ദൈവത്തിന്റെ ആത്മാവ് തന്ന വിഷയമാണ്. ഇവിടുത്തെ ഹൗസ് മെയ്ഡ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ പല പീഡകളിലൂടെ കടന്നു പോകുന്നു എന്ന് മനസ്സിലാകുകയും പ്രാർത്ഥനയ്ക്കായി പ്രചോദനം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഈ പരദേശിയെ പീഡിപ്പിച്ചാൽ ശിക്ഷയുണ്ട്. അനാഥർ, വിധവമാർ, പരദേശി, ഇവ 3ഉം ദൈവത്തിന്റെ പരിഗണനാ ലിസ്റ്റിൽപ്പെടുന്നു. അപ്പൊ അവരെ ദൈവം പരിഗണിക്കുന്നത് പോലെ തന്നെ നാമും പരിഗണിക്കണം. അപ്പൊ അതിനുള്ള ശിക്ഷകൾ ഈ രാജ്യത്തുണ്ടാകും. അപ്പൊ ആ സന്ദർഭത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഇവിടെ ഉണ്ടാകുന്ന ശിക്ഷാവിധിയിൽ നിന്നും ഈ രാജ്യം സുരക്ഷിതമായിരിക്കണം, ദൈവമക്കൾ സുരക്ഷിതമായിരിക്കണം, ഈ രാജ്യം നശിക്കരുത് ഇത്യാദി പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഉരുത്തിരിഞ്ഞു വന്നത്. ആ പ്രാർത്ഥനാ വിഷയങ്ങൾ അന്ന് പ്രാർത്ഥിക്കുവാനിടയായി. ഇത് 90 മാർച്ചിലാണെങ്കിൽ ഓഗസ്റ്റ് 2 ഇൻവേഷൻ നടക്കുന്നത്. ഇൻവേഷന് ശേഷം പല പീഡകളിലൂടെ പ്രശ്നങ്ങളിലൂടെ ഒക്കെ ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടിയും പോകേണ്ടിയും ഒക്കെ വന്നു. എങ്കിലും ഈ രാജ്യം പൂർണ്ണമായി നശിക്കാതിരിക്കുകയും ദൈവമക്കൾ സുരക്ഷിതരായിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇതിനകത്ത് പ്രാർത്ഥനയുടെ തലം സെക്കൻഡ് തലത്തിലാണ് ആ പ്രാർത്ഥന നടക്കുന്നത്. ദൈവത്തോട് മറ്റു വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാനിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് തന്ന വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഈ രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തെ നിയന്ത്രിക്കുന്ന പ്രാർത്ഥനയായി മാറുവാനിടയായി. അന്ന് ലഭിച്ച ഒരാത്മപ്രേരണയും അന്ന് ലഭിച്ച നിയോഗവുമാണ് ദേശങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ചിന്ത, ഒരു പ്രചോദനം, ഒരു ആത്മഭാരം, ഒരു പ്രേരണ ലഭ്യമായത്. അപ്രകാരമുള്ള ഒരു പ്രേരണ ആണല്ലോ തുടർന്ന് പല രാജ്യങ്ങളിലേക്ക് കടന്നു പോകാൻ തക്കവണ്ണമായ മുഖാന്തരം ഒരുക്കിയ ദൈവം അയച്ചത്. ആ യാത്രയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. 1990കളിൽ ഈ പ്രാർത്ഥനാ വേളയിൽ ദൈവം നൽകിയ ഈ പ്രേരണയ്ക്ക് വിധേയപ്പെട്ട് ഈ യാത്ര അന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഇറാഖ് ക്രോസ് ചെയ്ത് യാത്ര ചെയ്യുവാനിടയായി. അങ്ങനെ ഇറാഖിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ജോർദാന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഉള്ള അവസരം അങ്ങനെ സംജാതമായി. അനന്തരം നാട്ടിൽ പോയി പ്രവർത്തിക്കുകയും ചെയ്ത കുറെ കാലഘട്ടമുണ്ട്. എന്നാൽ വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് ഈ വിഷയത്തിൽ പ്രചോദനം നൽകുകയും ആദ്യത്തെ യാത്ര 95-ൽ ഇസ്രായേലിൽ പോയി ആ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ സമാധാനത്തിന് വേണ്ടി ആ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു പ്രേരണ ലഭിക്കുകയും വേൾഡ് പെന്റക്കോസ്റ്റ് കോൺഫറൻസ് ആ രാജ്യത്ത് നടക്കുന്നു എന്ന് കേൾക്കുകയും ഇന്ത്യയിൽ നിന്ന് 130 പേര് ഒരു സംഘമായി പോകുന്നു. ആ സംഘത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് അവിടേക്ക് 5 ദിവസം യാത്ര ചെയ്ത് രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് മടങ്ങി വരുവാൻ ദൈവം അവസരം നൽകി. അനന്തരം ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്ത് പ്രാർത്ഥിപ്പാനുള്ള പ്രേരണയുണ്ടായി. ഒരു ഹോൾ നൈറ്റ് പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ വൈകിട്ട് കരുനാഗപ്പള്ളിയിൽ നിന്ന് ബസ്സിൽ കയറിയാൽ രാവിലെ കാസർഗോഡെത്തും, ഒരു ഹോൾ നൈറ്റ് പ്രയർ കഴിയും, തിരിച്ചു പോകും. ഇങ്ങനെ നെടുകയും കുറുകയും സഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ആരംഭിക്കുകയും
ദൈവകൃപയാൽ അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മറ്റ് ചില രാജ്യങ്ങളിലുമൊക്കെ ദൈവം അതിനുള്ള വഴികൾ തുറന്നു. ഈ പ്രാർത്ഥന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ള ദൗത്യമാണ് അതിലൂടെ ചെയ്തു വന്നിരുന്നത്. കുവൈറ്റിൽ നിന്ന് ആരംഭിച്ച ഒരു പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനിടയായി. എന്നാൽ ഈ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതും ക്രിസ്തുവിലായിത്തീരുന്നതും അതിന് പ്രത്യേകമായ എന്തെങ്കിലും മുഖാന്തരങ്ങളോ രോഗസൗഖ്യമോ അല്ലെങ്കിൽ ജീവിതത്തിലെ ഏതെങ്കിലും ഇൻസിഡന്റോ ആണോ ഈ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ കാരണമായത്? അതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. ഞാനൊരു ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയായി. എന്നാൽ എന്റെ സാമാന്യ വിദ്യാഭ്യാസത്തിന് ശേഷം 1984 ബോംബെയിലേക്ക് ജോലി അന്വേഷിച്ചു കടന്നു. ആ സന്ദർഭത്തിൽ എന്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ ഇങ്ങനെ വന്നു, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവവൈതലായിട്ട് ജീവിക്കാം. അപ്പൊ എനിക്ക് ഈ പ്രേരണ ലഭിച്ചെങ്കിലും എന്റെ അന്നത്തെ പ്രായവും ജീവിതശൈലിയും ഒക്കെ വെച്ചുകൊണ്ട് എനിക്കിത് പറ്റുകയില്ല എന്ന് ബോധ്യമുണ്ടായിരുന്നു. ആത്മീയ ജീവിതം അടുക്കും ചിട്ടയും ആഴവും അർത്ഥമുള്ളതാണ്. അത് കൃത്യമായി ചെയ്യേണ്ടതാണ്. എന്റെ ജീവിത ദുഷ്പരിചയങ്ങളും എന്റെ ജീവിതത്തിൽ ദൈവരാജ്യത്തിന് പര്യാപ്തമല്ലാത്ത സ്വഭാവങ്ങളുമൊക്കെ അതിന്റെ വൈകല്യങ്ങളുമൊക്കെ ഇതിന് ചേരും എന്ന് തോന്നാത്തതുകൊണ്ട് ഈ കിട്ടിയ പ്രേരണയെ ഞാൻ 100% അവഗണിച്ചു. എന്നാൽ അങ്ങനെയുള്ള ആ പ്രത്യേക സന്ദർഭത്തിൽ വീണ്ടും ജോലി അന്വേഷിച്ച് വന്നു. ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി. കുറെ ദിവസങ്ങളിൽ ഇങ്ങനെ മാനസികമായി മനസ്സ് ഒരു കാരണവുമില്ലാതെ ഇടിഞ്ഞു പൊടിയുന്നത് പോലെ തോന്നും. കയ്യാലെ ഇടിയുന്നത് പോലെ മനസ്സിടിയുക. മറ്റ് റീസൺ ഒന്നുമില്ല. ജീവിത സൗകര്യങ്ങളും സാഹചര്യങ്ങളും സാമ്പത്തിക സംവിധാനങ്ങളും പാർപ്പിട സൗകര്യങ്ങളും എല്ലാം എനിക്ക് അവിടെ യഥേഷ്ടം ഉണ്ട്. എങ്കിലും എന്തോ ഒരു ശൂന്യത, അസ്വസ്ഥത, ഇടിഞ്ഞു പൊടിയുന്ന ഒരു മാനസിക പശ്ചാത്തലത്തിൽ ഞാൻ നൊമ്പരപ്പെടുന്നു. അങ്ങനെ ജോലി അന്വേഷിച്ച് പലയിടങ്ങളിലും കടന്നുപോയി. 2-3 ഇടത്ത് ജോലിക്ക് പോയിട്ട് വഴക്കുണ്ടായി തിരിച്ചു വരേണ്ടി വന്നു. ഒരു 3ാമത്തെ പ്രാവശ്യം ജോലി അന്വേഷിച്ച് പോയിട്ട് വഴക്കുണ്ടായി. ഒരു 10 ദിവസം ശമ്പളവും വാങ്ങി. അവിടുത്തെ കുറെ ടെൻഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കുറെ അധികം സിഗരറ്റ് പാക്കറ്റുകൾ കയ്യിൽ സ്വരൂപിച്ചുകൊണ്ട് ഓരോ സ്റ്റേഷനുകളിലും ഓരോ പാക്കറ്റ് സിഗരറ്റ് ഇങ്ങനെ വലിച്ച് ടെൻഷൻ മാറ്റുവാൻ ശ്രമിച്ചു വന്നു. അങ്ങനെ ഒരു 9 മണിക്ക് തുടങ്ങിയ യാത്ര വൈകിട്ട് 4 മണിയോടെ എങ്ങും അവസാനിക്കാതെ നിന്നു. 4 മണിയായപ്പോൾ ബോംബെയിൽ സാന്താക്രൂസ് സ്റ്റേഷനിൽ നിന്ന് വെസ്റ്റിലോട്ട് നടക്കുവാൻ തുടങ്ങി. അല്പം നടന്നപ്പോൾ പെട്ടെന്ന് ആരോ തടഞ്ഞു നിർത്തുന്നത് പോലെ, പിടിച്ചു നിർത്തുന്നത് പോലെ പെട്ടെന്നൊരു ശബ്ദം വന്നു. നീ പോയി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ ഒരു ശബ്ദം എന്റെ ഹൃദയത്തിൽ ചൊല്ലിക്കൊണ്ടു. അതിന്റെ ഈ ഒരു പ്രചോദനവും ഉൾക്കൊണ്ടുകൊണ്ട് പോയ യാത്ര വേണ്ട എന്ന് വെച്ചിട്ട് മടങ്ങി അവന്റെ സ്റ്റേഷനിൽ വന്നു, എന്റെ ഫ്ളാറ്റിൽ വന്നു. അങ്ങനെ 84 ജൂൺ മാസം 18-ാം തീയതി 4 മണിക്ക് എന്റെ റൂമിൽ വന്ന് മറ്റാരുമില്ല. ഫ്ളാറ്റിൽ കഥകടച്ച് മുട്ടയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു, യേശുവേ, അങ്ങ് ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഇപ്പോൾ നാം തമ്മിൽ ഒരു ബന്ധമുണ്ടാകുവാൻ ഇതാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങന്റെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവും നാഥനുമായി പ്രവേശിക്കണം. എന്നേക്കും നാം തമ്മിലുള്ള ഉടമ്പടി സൂക്ഷിപ്പാൻ ഞാൻ തയ്യാറാകും. എന്നാൽ എനിക്ക് വിട്ടുപിരിയേണ്ടതും ഉപേക്ഷിക്കേണ്ടതുമായ പാപസ്വഭാവങ്ങളും വൈകല്യങ്ങളും ജീവിതത്തിന്റെ പോരായ്മകളും വിട്ടുപിരിയുവാനുള്ള കൃപയും അനുഗ്രഹങ്ങളും ഇപ്പോൾ തന്നെ തരികയാണെങ്കിൽ തന്നാൽ ഞാനൊരു 3 മാസക്കാലം പ്രൊബേഷണറി പീരീഡ് പോലെ നോക്കും. എനിക്ക് അതിജീവിക്കാൻ കഴിയുന്നതിലൊക്കെ അതിജീവിക്കുവാൻ ദൈവശക്തി ഇറങ്ങിയിട്ടുണ്ടോ, എനിക്കതിന് പ്രാപ്തി ലഭിക്കുന്നുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചു നോക്കിയാൽ ഈ 3 മാസ കാലയളവിനുള്ളിൽ എനിക്ക് നിൽക്കാൻ പറ്റുമെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ എന്നേക്കുമുള്ള ഒരു ആത്മീയ ജീവിതത്തിനായി ഞാൻ സമർപ്പിക്കും എന്ന് പറഞ്ഞ് സമർപ്പിക്കുമ്പോൾ പെട്ടെന്ന് പാപബോധമുണ്ടായി. പരിശുദ്ധാത്മാവ് ഇടപെട്ടുവാൻ തുടങ്ങി. അന്ന് വരെയുള്ള പാപത്തെക്കുറിച്ച് ആഴമായ അഗാധമായ ദുഃഖവും ഏറ്റുപറച്ചിലും കണ്ണുനീരും ഒരു പാപബോധത്തിലുള്ള രോദനവും ഉണ്ടായി. പാപം ഏറ്റുപറഞ്ഞ് കരയുവാനിടെ കണ്ണുനീര് കൊണ്ട് ഞാൻ എന്റെ പാപത്തെ കഴുകിയപ്പോൾ യേശു തന്റെ രക്തമൊഴിച്ചു കഴുകി. അങ്ങനെ പാപമോചനം എന്ന വീണ്ടെടുപ്പിലേക്ക് പ്രവേശിപ്പാനിടയായി. അങ്ങനെ കർത്താവുമായുള്ള ഒരു ബന്ധത്തിൽ പ്രവേശിച്ചു. ആ ബന്ധത്തിൽ നിന്ന് പിന്നെയും അനവധി അനുഭവങ്ങളിലേക്ക് പോകുവാനായിട്ടിടയായി. അപ്രകാരം വിളിച്ച് വേർതിരിക്കുമ്പോൾ കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ച ആ വലിയ ദൗത്യം പോലെ നിങ്ങൾ ശക്തി ലഭിച്ച് യഹൂദിയിലും ശമരിയിലും ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളായി തീരുവാൻ ഉള്ള ആഹ്വാനം ഏറ്റെടുത്ത് ഈ നീണ്ട യാത്ര ഇന്നുവരെയും തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും കുടുംബത്തിന്റെ ഒരു വലിയ സപ്പോർട്ട് അതിന്റെ പിന്നിലില്ലെങ്കിൽ നമ്മൾക്ക് ഇതൊന്നും സാധ്യമാകത്തില്ല. പ്രിയ ദേവദാസന്റെ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ഞാൻ മർദ്ദവമായി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് വിവാഹം കഴിച്ചത്. എന്റെ വൈഫ് അന്ന് ഓർത്തഡോക്സ് പശ്ചാത്തലത്തിലായിരുന്നു. വിവാഹത്തെക്കുറിച്ച് ഞാൻ അന്ന് നിൽക്കുന്ന കാലത്ത് വ്യക്തമായി
ദൈവം നൽകുന്ന ദൈവവേലയ്ക്ക് അനുകൂലമായ നിലപാടുള്ള, ചിന്തകളുള്ള, ധാരണയുള്ള, വീണ്ടും ജനിച്ച ഒരു ദൈവവൈതലിനെ എനിക്ക് ജീവിതത്തിൽ ജീവിത സഖിയായി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഏകദേശം 1.5 വർഷക്കാലം കുവൈറ്റിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന കാലത്ത് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ എന്നെ ഒരു ദർശനം കാണിച്ചു. അവൻ ഒരു കുട്ടിയുടെ രൂപവും ഞാൻ കാണുവാനിടയായി. എന്നാൽ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ വിവാഹത്തിനോടുള്ള ബന്ധത്തിൽ എനിക്ക് വേർപെട്ട് വരുവാൻ കഴിഞ്ഞിട്ടില്ല. ഭർത്താവുമായി നിൽക്കുന്ന ആ ഒരു സന്ദർഭമായതുകൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ സന്ദർഭത്തിൽ ദൈവം തന്ന ആ ദർശനമനുസരിച്ച് ഒരു വീണ്ടും ജനിച്ച ആളിനെ തന്നെ കിട്ടണം എന്നുള്ള ഒരു താല്പര്യത്തിൽ ഞാൻ മുമ്പോട്ട് വരികയായിരുന്നു. പക്ഷേ അതിനുവേണ്ടി ഞാനൊരു പരസ്യം പത്രത്തിൽ ചെയ്തു. അതൊരു സുവിശേഷീകരണ പ്രക്രിയയും കൂടെ പോയായിരുന്നു. വാണ്ടഡ് ബോൺ അഗെയിൻ ബ്രൈഡ് ഇൻട്രസ്റ്റ് ഇൻ ഗോസ്പൽ എന്നുള്ള ഒരു ചിന്തയിൽ, എന്നുള്ള ഒരു ആശയത്തിൽ പത്രത്തിൽ പരസ്യം ചെയ്തു. അങ്ങനെ പരസ്യം അനുസരിച്ച് ധാരാളം ആപ്ലിക്കേഷൻ കിട്ടി. എന്നാൽ ആ ആപ്ലിക്കേഷൻസ് എല്ലാം സുവിശേഷ ദർശനം അവർക്ക് അയച്ചു കൊടുത്ത്, താങ്ക്സ് ഗിവിംഗ് ലെറ്റർ അയച്ചു കൊടുത്ത്, അങ്ങനെ അതും ഒരു സുവിശേഷീകരണ പ്രോസസ്സായി മാറി. എന്നാൽ വീണ്ടും എന്റെ വിവാഹ ജീവിതത്തിലേക്കും മറ്റ് ആലോചനയിൽ വന്ന സഹോദരി ഇന്റർവ്യൂവിൽ തന്നെ ഞാൻ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു. ജോലി വിട്ട് ഒരു പക്ഷേ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ കാഴ്ചപ്പാടോ ഒരു വീണ്ടും ജന്മ അനുഭവം ഉണ്ടെങ്കിൽ, അല്ല അതിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ വിവാഹത്തിന് സമ്മതിച്ചാൽ മതി എന്നാണ് എന്റെ ഇന്റർവ്യൂ സ്വീകരിക്കുകയും ഞാൻ ഡെഡിക്കേറ്റഡ് ആണ്, ആത്മീയ ജീവിതത്തിൽ എല്ലാവിധ സപ്പോർട്ടിനും തയ്യാറാണ് എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ആ ഒരു ഇന്റർവ്യൂ തന്നെ അവസാനിക്കുന്നത്. ദൈവകൃപയാൽ ആ പ്രകാരം കിട്ടിയ ജീവിത സഖി എന്റെ എല്ലാ യാത്രയ്ക്കും ജീവിതത്തിന്റെ ഓരോ മണ്ഡലത്തിലും ആത്മീയമായി കൈത്താങ്ങൽ നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഈ തിരക്കിനിടയിൽ ദൈവം തന്ന അനേക ആത്മീയ ഗാനങ്ങൾ എഴുതുവാൻ ഇടയായി. അത് റെക്കോർഡ് ചെയ്യുവാനും മറ്റുള്ളവരിൽ എത്തിക്കുവാനും ഒക്കെ ഇടയായി എന്ന് കേട്ടു. അതിനുണ്ടായ പ്രചോദനം എന്തായിരുന്നു? ദൈവിക സന്ദേശം, വചനത്തിന്റെ സന്ദേശം പാട്ടിലൂടെ ജനത്തിന്റെ മധ്യത്തിൽ വെളിപ്പെടുത്തുമ്പോൾ അതിനകത്തുള്ള അത് ജീവിതത്തിലേക്ക് ആ സംഗീതത്തിന്റെ ആസ്വാദ്യതയുമായി ചെല്ലുമ്പോൾ ദൈവിക സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് ഓർമ്മയിലിരിക്കുകയും അത് കൂടുതലായി പ്രചോദനം ഉൾക്കൊള്ളുന്ന ഒരു ആത്മീയ നിലവാരത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്നുള്ള ചിന്ത. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചുള്ളൂ. ഏതാണ് എഴുതിയ റെക്കോർഡ് ചെയ്ത കാസറ്റുകൾ? ഞാൻ ജീവജലം എന്നൊരു CD 2011 ഇറക്കി. അതിനകത്ത് ഞാൻ എഴുതിയ 2 പാട്ടുകളേ ഉള്ളായിരുന്നു. എന്നാൽ വീണ്ടും പ്രത്യാശയെക്കുറിച്ച് എനിക്ക് ഉറപ്പില്ലാത്ത ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടിട്ടില്ല, ആത്മീയ നിലവാരത്തിൽ നിൽക്കുമ്പോൾ സ്വർഗം ഒരു യാഥാർത്ഥ്യമാണോ? എല്ലാവർക്കും സ്വർഗത്തിൽ എത്താൻ പറ്റുമോ? വ്യക്തമായി ഒരു ഉറപ്പും ധാരണയും സ്വർഗത്തെക്കുറിച്ച് ലഭിക്കുമോ എന്നുള്ള ഒരു ചിന്ത എന്നെ ഭരിക്കുകയും ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥിച്ചു കിടന്നു. അന്നത്തെ ദിവസം രാത്രി ദൈവം ചില ചിന്തകൾ എന്റെ മനസ്സിൽ തന്നു. സ്വർഗവാതിൽ തുറന്നു. യേശുവെ കണ്ടിടുമ്പോൾ ആത്മീയമാം ദൈവരാജ്യത്തിൽ അത്യന്ത സന്തോഷഘോഷം എന്നുള്ള വരികൾ എന്റെ മനസ്സിലേക്ക് വരികയും ഞാൻ അത് എഴുതിയിടുകയും ചെയ്തു. അതാണ് എഴുതുന്ന 1ാമത്തെ പാട്ട്. അപ്പൊ അതിനകത്ത് ദൈവകൽപ്പനകൾ അറിവാൻ, തിരുഹിതം തേടിയിടുവാൻ, ഏകുക തവകൃപ മോദമായി എന്നെന്നും നിൻകൂടെ വാണിടുവാൻ, ആ നിലയിലുള്ള വരികൾ ദൈവം നൽകുകയും അത് ഞാൻ എഴുതി വെക്കുകയും ശേഷം വർഷങ്ങൾക്ക് ശേഷം ഒരു 10 വർഷത്തിന് ശേഷമാണ് അത് CD ആക്കുവാനായിട്ടിടെ. ആദ്യത്തെ പാട്ടിന്റെ അനുഭവം അതാണ്. പ്രത്യാശയെക്കുറിച്ചുള്ള ഉറപ്പും ധൈര്യവും ലഭിക്കുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ദൈവം നൽകിയ ചിന്തകളും സന്ദേശങ്ങളും എഴുതിയിട്ട് അത് പാട്ടായി മാറുകയാണ്. മക്കളും ഈ പാതയിലേക്ക് തന്നെ വരുവാനിടയായി എന്ന് കേൾക്കുന്നു. മകനും മകളും ഗാനങ്ങൾ എഴുതുവാനും പാടുവാനും ലോകത്ത് അറിയുവാനും ഇടയായി എന്നാണ് അറിയുവാനിടയായത്. അവരെക്കുറിച്ച് പാസ്റ്റർ ഒന്ന് ചുരുക്കമായി വിശദീകരിക്കാം. എന്റെ ക്രിസ്തീയ ദർശനം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിത ദർശനത്തിൽ കുടുംബം മുഴുവൻ ഈ ദർശനത്തിൽ ജീവിക്കണം എന്നുള്ളതായിരുന്നു എന്റെ താല്പര്യം. വിവാഹത്തിന് മുമ്പ് ഭാര്യ യോഗ്യതകൾ ഇന്നതൊക്കെ ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ യോഗ്യതകൾ അനുസരിച്ചുള്ള ഒരു സഹോദരിയാണ് എനിക്ക് ലഭിച്ചത്. കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് മുമ്പ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവെ, കുഞ്ഞുങ്ങളെ തരികയാണെങ്കിൽ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടണമോ, അവർക്ക് പാടുവാനോ മറ്റ് ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്ന താലന്തുകളോടുകൂടെ മാത്രമേ അവരെ ജനിക്കാവൂ.
ആ നിലയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. അവര് ഗർഭസ്ഥാവസ്ഥയിൽ വരുന്ന സന്ദർഭങ്ങളിൽ തന്നെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പും അങ്ങനെ പ്രാർത്ഥിച്ചു വന്നു. കൃപയാൽ കുഞ്ഞുങ്ങളും ആ ഒരു നിലവാരത്തിലേക്ക് എത്തുവാനിടയായി. ദൈവം 2 കുഞ്ഞുങ്ങളെ ദാനമായി തന്നു. മൂത്തത് മകളാണ്, ഇളയത് മകനാണ്. മകളുടെ പേര് സിമി, മകന്റെ പേര് ഐസക്ക്. മകൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം +2 ശേഷം ജിയോളജിക്കൽ വിദ്യാഭ്യാസം BD കംപ്ലീറ്റ് ചെയ്യുകയും വിവാഹാനന്തരം ഇപ്പോൾ കർത്താവിന്റെ വേലയിൽ ഡെറാഡൂണിൽ പ്രവർത്തിക്കുന്നു. അവൾക്കും ദൈവം പാട്ട് എഴുതുവാനും ട്യൂൺ ചെയ്യുവാനുള്ള ദൈവകൃപ നൽകിയിട്ടുണ്ട്. ആ നിലയിൽ ഹസ്ബൻഡും അതേ നിലയിൽ മ്യൂസിക്കിൽ പ്രാവീണ്യമുള്ള ഒരു പയ്യനാണ്. അതുപോലെ തന്നെ മകനും അവന്റെ +2 വിദ്യാഭ്യാസത്തിന് ശേഷം ആഫ്രിക്കയിൽ യുഗാണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് യൂത്ത് വിത്ത് മിഷന്റെ ഒരു വൈവാമിന്റെ ഒരു ട്രെയിനിങ് എടുത്ത് സ്ട്രീറ്റ് കിഡ്സിന്റെ ഇടയിൽ വർക്ക് ചെയ്ത് വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വന്ന് കോളേജിൽ BSW ഫൈനൽ ഇയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് കഴിഞ്ഞു. ലഭിക്കുന്ന സമയങ്ങളിലെല്ലാം ഗാന ശുശ്രൂഷകളിലൂടെയും സന്ദേശങ്ങളിലൂടെയും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിന് വേണ്ടി അവന് പ്രയോജനം. ദൈവം വളരെ ശക്തമായിട്ട് ഈ ദിവസങ്ങളിൽ കുടുംബമായി നിങ്ങളെ ഉപയോഗിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പ്രിയ വിശേഷാൽ ഐസക് സൈമൺ എന്ന മകൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലും മറ്റിടങ്ങളിലും അറിയപ്പെടുന്ന ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡറായി തന്നെ അനേകടങ്ങൾ കടന്നു പോകാൻ സാധിക്കുന്നുണ്ട്. തന്നെ എനിക്കും തന്റെ ഗാനങ്ങൾ കേൾക്കുവാനിടയായി. ദൈവം ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നുള്ള ദൈവത്തിന്റെ വചനം അത് പൂർത്തീകരിക്കുവാൻ തക്കവണ്ണമായി കുടുംബത്തിലൂടെ ഇടയാക്കുന്നതിനാൽ ദൈവത്തിന് നന്ദി കരേറ്റാം. ഈ നാടുകളില് 1984 ഈ ദേശത്തേക്ക് കടന്നു വരികയും ഇൻവേഷന് കടന്നു പോവുകയും മടങ്ങി വീണ്ടും ഈ ദേശത്തേക്ക് വന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ ചർച്ച് അതിനെക്കുറിച്ച് വളരെ ചുരുക്കമായി ഒന്ന് കേട്ടാൽ നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. 93 ഇവിടെ ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ തിരിച്ചു വന്ന് ഇവിടെ ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് ഫുൾ ടൈം സുവിശേഷ വേലയ്ക്കുള്ള വിളി കിട്ടുന്നത്. അപ്പൊ ആ വിളി എന്ന് പറയുമ്പോൾ ജോലി ഉപേക്ഷിച്ച് ഇവിടെ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നല്ല സാലറിയിൽ ജോലി ചെയ്യുന്ന ആ സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ പരിശുദ്ധാത്മ ശക്തിയുടെ നിറവേറലുകളും അനുഭവങ്ങളും ദൈവം തരുവാനിടയായി. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ തനതായ അനുഭവങ്ങൾ, കൊടിയ മുഴക്കം, ശക്തമായ ചലനങ്ങൾ, വിവിധ ഭാഷകൾ, ഏതെങ്കിലും ഒന്നിന്റെ വ്യാഖ്യാനം ഇത്യാദി വിഷയങ്ങളെക്കുറിച്ച് സമഗ്രമായി ഞാൻ അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു വന്നു. 92 ഡിസംബർ 17-ാം തീയതി ആദ്യമായി അന്യഭാഷ അനുഭവം ഉണ്ടായി. ഞാൻ അന്യഭാഷയ്ക്ക് വേണ്ടി ഒരു 6 കണ്ടീഷൻ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ബുദ്ധി അഫലമാകണം, ഇത് ഉരുൾപൊട്ടുന്ന പോലെ പൊട്ടിപ്പുറപ്പെട്ടു വരണം, ശരീരം ചലിക്കണം, പാട്ടുപാടുമ്പോൾ വരരുത്, പ്രാർത്ഥിക്കും വരണം, 3-4 പേരെ കാണാവും. ഈ 6 കണ്ടീഷനും ഫുൾഫിൽ ചെയ്തുകൊണ്ട് 92 സെപ്റ്റംബർ 17-ാം തീയതി ദൈവം അന്യഭാഷ നൽകി. പിന്നെ വീണ്ടും അന്യഭാഷ റിപ്പീറ്റ് ചെയ്യുന്നത് 92 ഡിസംബർ 20-നാണ്. ഷർക്കിൽ ഞങ്ങൾ ഒരു ഓഫീസിൽ 4 പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കൂടി വൈകിട്ട് 6 തൊട്ട് പിറ്റേന്ന് 6 വരെ. ആ ദിവസം അസാധാരണ ദൈവശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തിയും സവിശേഷതകളും അനുഭവങ്ങളും ലഭ്യമായി. 2ാമത് അന്യഭാഷ പറയുന്ന ദിവസം വിത്ത് ട്രാൻസ്ലേഷനോടുകൂടി. അപ്പൊ ഇത് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, നീ ചോദിച്ചതൊക്കെ തന്നില്ലേ? എന്റെ ആത്മീയ അന്വേഷണം ഇങ്ങനെയായിരുന്നു. ദൈവത്തെ ചോദിക്കുക, ദൈവത്തെ വെളിപ്പെടുത്തുക. അപ്പോൾ ഉപദേശ സത്യങ്ങൾ, പെന്തക്കോസ്ത് ഉപദേശ സത്യങ്ങൾ, രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, വിശുദ്ധി, വേർപാട്, കൂട്ടായ്മ, അപ്പം നുറുക്ക്, പ്രാർത്ഥന, ഈ 7 അടിസ്ഥാന തത്വങ്ങളിലേക്കും ഞാൻ അന്വേഷിക്കുകയും ഓരോന്നിനും 2-3 അടയാളങ്ങളോടുകൂടെ ജീവിതത്തിൽ തെളിയിച്ചു തരിക എന്നുള്ള എന്റെ താല്പര്യത്തിൽ അന്വേഷിക്കുകയും അതിനനുസരിച്ച് ദൈവം തെളിവ് തരികയും ചെയ്തു. അങ്ങനെ തെളിവ് തന്ന ആ സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ അവസാന സന്ദർഭത്തിൽ 92 ഡിസംബർ 20 അസാധാരണമായ ഒരു ആത്മപ്രവാഹം ഞങ്ങൾ 4 പേർ പ്രാർത്ഥിക്കുമ്പോൾ ലഭ്യമായി. അതിനുശേഷം ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, ചോദിച്ചതെല്ലാം തന്നില്ലേ? ഇനി ബി കണ്ടന്റ് വാട്ട് യു ഹാവ്, ഉണ്മാനും എടുക്കാനും ഉണ്ട്, മതിയെന്ന് വെക്കുക, ഉള്ളത് കൊണ്ട് തൃപ്തി വിടുക, എന്റെ വേലയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ദൈവകൃപയാൽ ആ ഒരു ആലോചന ലഭിച്ചു. ഒരു 5-6 എവിഡൻസ് അതിൽ ലഭ്യമായപ്പോഴാണ് ഇവിടെ അന്നത്തെ കാലത്ത് നല്ല ഒരു ജോലി 38-ാം വയസ്സിൽ ഈ കുവൈറ്റിലെ ജോലി വിട്ട് നാട്ടിൽ സുവിശേഷ വേലയ്ക്കായി പോകുവാനിടയായത്. അങ്ങനെ 93-ൽ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോകുവാൻ ദൈവം പ്രേരണ തന്നനുസരിച്ച് നാട്ടിൽ ചെന്നു. ഏകദേശം 22 വർഷക്കാലം ഇന്ത്യയിലും കേരളത്തിലും വിവിധ രാജ്യങ്ങളിലുമായി കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയും പ്രാർത്ഥനയുടെ പ്രമോഷനും സുവിശേഷ സന്ദേശങ്ങളുടെ കൈമാറ്റവുമായി ഇങ്ങനെ യാത്ര ചെയ്തു. അനന്തരം
വീണ്ടും 2015 22 വർഷത്തിന് ശേഷം വീണ്ടും ഈ കുവൈറ്റ് ലൈഫ് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ആ സഭയുടെ ഒരു ശുശ്രൂഷകനായി അവര് എന്നെ വിളിക്കുകയും അങ്ങനെ ഈ 2.5 വർഷമായി ഞാൻ വീണ്ടും കുവൈറ്റിൽ വിട്ടുപോയ സ്ഥലത്ത് വീണ്ടും കർത്തൃവേലയിൽ ഒരു പാസ്റ്ററൽ മിനിസ്ട്രിയിലേക്ക് വരുവാനിടയായി. അതിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിലൂടെ ചിന്തിക്കുമ്പോൾ ഹന്ന കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങി എന്നർത്ഥം വരുന്ന ശമൂവേൽ എന്ന ബാലൻ ലഭിക്കുവാനിടയായി. ആ ഒരു കണ്ണുനീര്, ആ ഒരു പ്രാർത്ഥന നല്ലൊരു പ്രവാചകനെ, നല്ലൊരു ന്യായാധിപനെ, അനേകരെ അന്യ ആരാധനയിൽ നിന്ന് മടക്കി വരുത്തുന്ന ഒരു നല്ല ശുശ്രൂഷകനായി, അനേക രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന ഒരു അഭിഷക്തനായി ശമൂവേൽ മാറ്റപ്പെട്ടു. അതിന് പിന്നിൽ തന്റെ മാതാവിന്റെ കണ്ണുനീരോട് കൂടിയുള്ള ഒരു പ്രാർത്ഥനയാണ്, മനോവിഷമത്തോടുകൂടിയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. ആ ഹന്നയെ പോലെ തന്നെ ചോദിച്ചത് ദൈവം കൊടുത്തു. ഒരു ദേവദാസനും ഹൃദയത്തിൽ ആഗ്രഹിച്ച് ഈ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ ദൈവത്തോട് ആവശ്യപ്പെട്ടതെല്ലാം തരുവാൻ തക്കവണ്ണം മറ്റിടയായി. അപ്പൊ പ്രാർത്ഥനയിലൂടെ വലിയ അത്ഭുതങ്ങൾ നമ്മൾക്ക് ചെയ്തെടുക്കുവാൻ ഇടയാകും. അതുപോലെ വലിയ ഉണർവുകളുടെ പിന്നിൽ ചെറിയൊരു കൂട്ടത്തിന്റെ പ്രാർത്ഥനയാണ് വലിയ ഉണർവുകൾ പൊട്ടിപ്പുറപ്പെടുവാൻ ഇടയായത്. അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് പാസ്റ്റർക്ക് പറയാനുള്ളത് എന്താണെന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. എല്ലാ ഉണർവിന്റെയും അടിത്തറ ആളുകൾ പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ച് കൂടുന്നതാണ്. ഗൾഫ് റീജിയനുകളിൽ 80കൾ തുടങ്ങി പെന്തക്കോസ്ത് ലോകത്തിന് പുറത്ത് എപ്പിസ്കോപ്പൽ ചർച്ചുകളിൽ, ഇന്റർഡിനോമിനേഷൻ ഗ്രൂപ്പുകളിൽ ചില ദൈവദാസന്മാരുടെ പ്രസംഗം കേട്ട് വചനത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഒരു ചെറിയ സംഘമുണ്ടായി. അങ്ങനെ ചില സംഘങ്ങൾ കുറച്ച് മെമ്പേഴ്സ് മാത്രം അവരൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയിലൂടെ കുവൈറ്റ് മുഴുവൻ പ്രാർത്ഥന സംവിധാനങ്ങൾ വളരുകയും ധാരാളം പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉണ്ടാകുകയും കാലക്രമത്തിൽ ഈ പ്രാർത്ഥനകളിലൂടെ കർത്താവിനെ കൂടുതൽ അറിയുകയും തിരുവചന സത്യങ്ങളായ വിശ്വാസ സ്നാനവും പരിശുദ്ധാത്മ സ്നാനവും വിശുദ്ധ ജീവിതവും വേർപാടും അങ്ങനെയുള്ള ആത്മീയ അനുഭവങ്ങളുടെ ആഴങ്ങളിലേക്ക് എത്തുകയും അങ്ങനെ ധാരാളം സഭകൾ ഇവിടെ ഉണ്ടാകുവാനിടയായി. ഇവിടെ മാത്രമല്ല, സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, ഇവിടെയെല്ലാം തൊഴിലിന് വന്ന ആളുകൾ പ്രത്യേകിച്ച് ഇങ്ങനെ വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ ഒരുമിച്ച് കൂടി ഇന്റർഡിനോമിനേഷൻ ഗ്രൂപ്പുകളിൽ പ്രാർത്ഥിച്ചതാണ് ഇന്ന് കാണുന്ന ആത്മീയ ഉണർവിന്റെ ഒരു വലിയ അടിത്തറ. ലോകവ്യാപകമായി ധാരാളം ആളുകൾ കർത്താവിനെ അറിഞ്ഞ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഈ ഗൾഫ് നാടുകളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നു. അവിടെ പ്രാർത്ഥനയിലൂടെ നാം വീണ്ടും ദൈവമുഖം അന്വേഷിക്കുകയും കർത്താവിനോട് ചേർന്നിരിക്കുകയും ചെയ്യുമ്പോൾ ദൈവിക വെളിപ്പാടനുസരിച്ചും ദൈവത്തിന്റെ ആലോചന അനുസരിച്ചും അന്ത്യകാല ആത്മീയ ഉണർവിന് ഈ പ്രാർത്ഥന ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാൻ എല്ലാവരും ആ പ്രാർത്ഥനയുടെ ആത്മാവിൽ ഒരുക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കും. അതെ, ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർ ജീവിത വിശുദ്ധിയോടെ വേറിട്ടിരുന്ന് അധികാലത്തെഴുന്നേറ്റ് ഉറക്കെ ഗാനങ്ങൾ പാടി പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതാനുഭവം ഉണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥനയും ആരാധനയും ഒക്കെയും ദൈവത്തിന്റെ വചനപ്രകാരം അത് തലമുറകൾക്ക് അനുഗ്രഹമായി തീർന്നു. ആ അനുഗ്രഹമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഈ അനുഗ്രഹം നമ്മൾ അടുത്ത തലമുറയിലേക്കും നമ്മൾക്ക് പകരപ്പെടണമെങ്കിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുക. ദൈവസന്നിധിയിൽ കാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരായി ദാനിയേലിനെ പോലെ യെരൂശലേമിലേക്കുള്ള വാതിലുകളെ തുറന്നിട്ടുകൊണ്ട് സമയാസമയങ്ങൾ പ്രാർത്ഥിച്ച് വലിയ ജീവിത വിജയം കണ്ടെത്തിയതുപോലെ നമ്മൾക്കും ഒരു പ്രാർത്ഥനാ വീരന്മാരായി മാറുവാൻ ദിവസങ്ങൾ ഇടയാകട്ടെ. പ്രാർത്ഥനയിലേക്ക് നമ്മൾക്ക് മടങ്ങി വരാം. അത് നമ്മൾക്കും ലോകരാജ്യങ്ങൾക്കും അനേകർക്ക് അത് അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് കേട്ട അനുഗ്രഹിക്കപ്പെട്ട ഈ സാക്ഷ്യം പോലെ നിങ്ങളുടെ ജീവിതത്തിലും അനേക സാക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് തീർച്ചയായും അറിയാം. വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു നല്ല സാക്ഷ്യം രോഗസൗഖ്യം ലഭിച്ചതാകാം. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കർത്താവ് നൽകിയ ബലമാകാം. ഹല്ലേലൂയ. കർത്താവിനാൽ ഞാൻ ദൈവത്താൽ മതിൽ ചാടിക്കിടക്കും എന്നുള്ള ഒരു പ്രത്യാശയോടെ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കുള്ള മറുപടിയാകാം.
അതൊക്കെയും മറ്റുള്ളവരിലേക്ക് നമ്മൾ പകർന്നു കൊടുത്ത് മറ്റൊരു സാക്ഷിയെ കൂടെ ഉളവാക്കണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങൾ നമ്മൾക്ക് മറ്റുള്ളവരിലേക്ക് പകരാം. താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിച്ചാൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ ആ സാക്ഷ്യം മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഈ ഹെവൻലി ഹാർട്സ് മീഡിയയിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.